നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 മെയ് മാസത്തിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക അടക്കം 2 മാസത്തെ പെൻഷനായ 3200 രൂപയുടെ അക്കൗണ്ടുകളിൽ അടുത്ത ദിവസം തന്നെ എത്തുന്നതാണ്. എന്നാൽ കുറച്ച് ആളുകൾക്ക് 1600 രൂപ മാത്രമാണ് ലഭിക്കുക. അതുപോലെ തന്നെ 2025 മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മളെ പഴയ വീഡിയോസുകൾ കണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന വീഡിയോ ഏറ്റവും പുതിയതാണെന്ന് കാണുന്നത് ഉറപ്പുവരുത്തുക. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 2 മാസത്തെ പെൻഷൻ ആർക്കെല്ലാമാണ് ലഭിക്കുക, എന്നാണ് ലഭിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിലും എല്ലാ മാസവും നമുക്ക് പെൻഷൻ ലഭിച്ചിരുന്നു. ഈ വർഷം ജനുവരി മാസത്തിൽ ആദ്യം പെൻഷൻ്റെ കൂടെ 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക നമുക്ക് എല്ലാ ആളുകൾക്കും ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ മെയ് മാസത്തിലാണ് ഇനിയൊരു കുടിശ്ശിക ലഭിക്കുന്നത്. ഈ വർഷം അവസാനത്തിലായിരിക്കാം പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാവുക. നവംബർ ഡിസംബർ മാസങ്ങളിൽ പഞ്ചായത്ത് ഇലക്ഷനും, അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിയമസഭാ ഇലക്ഷനും നടക്കുകയാണ്. അതിനുമുമ്പ് തന്നെ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മാസം 2 മാസത്തെ പെൻഷൻ കിട്ടും. പിന്നീട് 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഉണ്ടാവുക. അതും 2 മാസം കഴിഞ്ഞാൽ 1 മാസത്തെ കുടിശ്ശികയും അങ്ങനെ നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഈ ഒരു മാസം 10-ാം തീയതിക്ക് മുമ്പായി തന്നെ ആ പണം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ കൊടുക്കാനും മറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് 1 മാസത്തെ പെൻഷൻ കുടിശ്ശികയായ 1600 രൂപ മാത്രമാണ് ലഭിക്കുക. അത് ആർക്കെല്ലാമാണ് നമുക്ക് നോക്കാം. അതാദ്യം കഴിഞ്ഞ വർഷം അവസാനം മുതൽ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്ന കാര്യം നമ്മൾ മുകളിൽ സൂചിപ്പിച്ചല്ലോ. അതിനുശേഷം പെൻഷൻ പാസ്സായ പുതിയ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കുടിശ്ശികയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ 1600 രൂപ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. മസ്റ്റിംഗ് ചെയ്യേണ്ട സമയത്ത് മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. പിന്നീട് അവർ കഴിഞ്ഞ ജനുവരി മാസത്തിൽ മസ്റ്റിംഗിന് അവസരം വന്ന സമയങ്ങളിലാണ് അവർ മസ്റ്റിംഗ് പൂർത്തിയാക്കിയത്. അവർക്കും അവർ മുടങ്ങിയ പെൻഷൻ ഒരിക്കലും ലഭിക്കുകയില്ല. എന്നാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയത്, അതിനുശേഷമുള്ള പെൻഷൻ മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജനുവരി മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് 1600 രൂപ മാത്രമാണ് ലഭിക്കുക. അതുപോലെ തന്നെ ഈ വർഷത്തെ മസ്റ്റിംഗ് തീയതി എന്ന് പറയുന്നത് ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കാം. അതിനു മുന്നോടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ആധാർ കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കുറവുള്ള സമയമാണ്. നമുക്കറിയാം, അടുത്ത 10-ാം തീയതിയോട് കൂടിയാണ് SSLC റിസൾട്ട് വരുന്നത്. അതിനുശേഷം +1 അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഡിഗ്രി അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം കൊണ്ട് നല്ല തിരക്കായിരിക്കും പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിൽ. അതിനുമുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡിലെ കാര്യങ്ങളെല്ലാം തെറ്റിദ്ധരുത്താൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും